ബാർബിക്യൂ ബാർബിക്യൂ ബാർബിക്യൂ. അപ്പോൾ എവിടെയാണ്? അങ്ങ് കാശ്മീർ. അപ്പോൾ ഞങ്ങൾ കാശ്മീരിൽ ബാർബിക്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ദാൽ ലേക്കിൻ്റെ സൈഡിൽ നമ്മുടെ സുഭാഷ് പാർക്കിലൊക്കെ നമ്മൾ കപ്പലിൽ ഇന്ന പോലെ ഇവിടെ കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ ദാൽ ലേക്കിൻ്റെ സൈഡിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സംഭവമാണ് ഇതുപോലത്തെ കിടിലൻ ബാർബിക്യൂ. അപ്പം ഇതെന്ന് പറയുന്നത് ചിക്കൻ ബാർബിക്യൂ ആണ്, ഇതെന്ന് പറയുന്നത് ഫിഷിൻ്റെ ബാർബിക്യൂ ആണ്, ഇതെന്ന് പറയുന്നത് ബീഫിൻ്റെ ബാർബിക്യൂ ആണ്, ഇത് വരുന്നത് മട്ടൺ ബാർബിക്യൂ ആണ്. അപ്പോൾ ഞാനിതെല്ലാം ഇന്ന് കഴിച്ച് നിങ്ങൾ കൊതിപ്പിച്ച് പണ്ടാൻ തുടങ്ങും. അപ്പോൾ ഇത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മസ്റ്റ് ട്രൈ സംഭവമാണ്. ഇത് ഒരു സ്റ്റിക്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 6 പീസായിട്ടാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിലൊരു 2 ചട്നിയും ഒരു ചെറിയ മറ്റേ നാൻ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് കൂട്ടത്തെ ടേസ്റ്റാണ്. സോ അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കളറ് ഡിഫറെൻ്റ് ആയിട്ട് വരുമ്പോഴേക്കും ഇവർ ഈ സാധനത്തിന് വീണ്ടും മറിച്ച് വെക്കും. അപ്പോൾ ഈ മറിച്ച് വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ തെല്ല് കാണാൻ ഓക്കെ ആയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും പോയിട്ട് പറയുമ്പോൾ ഞങ്ങൾ തന്നെ അതിനകത്ത് കുറച്ച് എണ്ണയൊക്കെ വീണ്ടും പൂശി അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ഞങ്ങൾ സെറ്റപ്പ് ആക്കും. ഇത് കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഞാൻ ഈ പഞ്ചായത്തിൽ ഏത് വഴി കൂടെ പോയാലും കറങ്ങി തിരിച്ച് വീണ്ടും ഞാൻ ഇത് ആലേക്കിന് സൈഡിൽ വന്നിട്ട് ഇവിടെ കയറി ഈ സാധനം കഴിച്ചുകൊണ്ടിരിക്കും. കൂട്ടുകത്തെ ടേസ്റ്റാണ്. ആൻഡ് ഇപ്പം നമ്മളുടെ ഇവിടെ ആണെങ്കിലും ലൈക്ക് നോർത്തിൽ, എറണാകുളത്ത് നോർത്തിൽ ഇതുപോലെ തന്നെ ഒരു കാശ്മീരി ബാർബിക്യൂസ് കിട്ടുന്ന ഒരു കട വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. ഞാനവിടെ പോയിട്ടില്ല, പോകാനായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് അവിടുത്തെ ടേസ്റ്റ് എന്നുള്ള ഞാൻ നോക്കട്ടെ. ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എനിക്ക് ആ കഴിഞ്ഞ 2 പ്രാവശ്യം എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഈ ചട്നിക്കും അതുപോലെ തന്നെ ആ ഒരു മറ്റേ ഇതുപോലത്തെ സാധനമുണ്ട്, ആ ദോശയല്ല ലൈക്ക് നാൻ പോലത്തെ സംഭവം അതിനാണ്. പിന്നെ ഇത് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഈ പാൻ ബി ഓപ്പൺ കരേഗ ഓക്കെ. ഭയങ്കര തണുപ്പുള്ള സമയത്ത് ഇവർ അതുപോലെ തന്നെ ഈ ഫാൻ ഉണ്ട്. അപ്പോൾ ഈ ഫാൻ കാറ്റുകൊള്ളാനല്ല, ആർക്ക് കാറ്റുകൊള്ളാൻ, ബാർബിക്യൂ ഉണ്ടാക്കാൻ കാറ്റുകൊള്ളാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അതും ഒരു ഓൺ. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇപ്പോൾ നല്ല കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തഴുകി വീശി കൊടുക്കണം. അപ്പോൾ ദാൽ ലേക്കിൻ്റെ തീരത്താണ് നിങ്ങളുള്ളത്. ഭയങ്കര സംഭവം ഉണ്ടോ? കാരണം നമ്മളവിടെ കപ്പലണ്ടി കഴിക്കും, സുഭാഷ് പാർക്കിലൊക്കെ പോയിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ കഴിക്കുന്നത്? നല്ല ഒന്നാമതിന് കിടിലും ബാർബിക്യൂ കഴിക്കണം. അത് നല്ല തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ കൂട്ടിക്കത്തെ ടേസ്റ്റാണ്. തമാശയോടൊന്നുമില്ല, കൂട്ടിക്കത്തെ ടേസ്റ്റാണ് സാധനത്തിലാണ്. എനിക്ക് കഴിക്കുമ്പോൾ കഴിച്ചിട്ടോ ബാക്കി. അപ്പോൾ ബാർബിക്യൂ വരാനായിട്ട് നമുക്ക് സാധാരണ സമയം എടുക്കും. അപ്പോൾ ആ സമയത്താണ് ഇവരിതിങ്ങനെ ചപ്പാത്തിയല്ല നാനല്ല, ഭയങ്കര നൈസായിട്ടുള്ളൊരു സംഭവമാണ് ഇത് കണ്ടോ. അപ്പോൾ ആ ഒരു സംഭവം നമ്മളിങ്ങനെ എടുത്തിട്ട് इसका नाम क्या था? ലവാസ. ഓക്കെ, അപ്പോൾ ലവാസ എന്ന് പറയുന്ന സംഭവം ഇവിടെ വന്നിട്ട് ഞാൻ നേരത്തെ നിങ്ങളോട് ചട്നിയുടെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ആ ഇങ്ങനത്തെ 2 ചട്നി നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് അപ്പോഴേക്കും നമ്മൾ വായിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മളിതിങ്ങനെ ഒരു ഒടുക്കത്തെ ടേസ്റ്റാണല്ലോ, പണ്ട് കഴിച്ച അതേ ടേസ്റ്റ്. ഇത് മസ്റ്റ് ട്രൈ ഒരു സംഭവമാണ്. എവിടെയാണ്? കാശ്മീരിൽ, എവിടെയാണ്? ശ്രീനഗറിൽ, എവിടെയാണ്? ദാൽ ലേക്കിൻ്റെ, എവിടെയാണ്? തീരത്ത് ബാർബിക്യൂ. ഇനി അത് തന്നെ ഉള്ളൂ കേട്ടോ, കാണിച്ചു തരാം കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ മട്ടൺ ബാർബിക്യൂ വന്നു. അപ്പോൾ ഇത് കഴിക്കുന്നതിനൊരു സ്റ്റൈലുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഈ സ്റ്റിക്ക് എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ ദോശ പോലത്തെ സാധനം നമ്മളിങ്ങനെ എടുക്കുന്നു. എന്നിട്ട് അവനെ നമ്മളിങ്ങനെ വെച്ചിട്ട് കൂട്ടിപ്പിടിക്കുന്നു, നല്ല ചൂടായിരിക്കും. എന്നിട്ട് അവനെ നമ്മളിങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് ഈ ചട്നിയിലോട്ട് അവനങ്ങനെ ഡിപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വായിൽ വെള്ളം വരുന്നു, പിന്നെ വെള്ളം വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇവനെങ്ങനെ എടുക്കുന്നു. ബാർബിക്യൂൻ്റെ ജ്യൂസും ഫ്ലേവറും ഈ ചട്നിയും ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ. നിങ്ങൾ വേറെ എന്ത് ട്രൈ ചെയ്തില്ലേലും ശ്രീനഗറിൽ വന്ന ദാൽ ലേക്കിൻ്റെ തീരത്ത് ഇവനും കോമ്പിനേഷൻ. അപ്പം നെക്സ്റ്റ് ഐറ്റം വന്നേക്കുവാണ്. ഇത് അതുപോലെ തന്നെ ബീഫാണ്. അപ്പോൾ ബീഫും ഞാൻ ഇതുപോലെ തന്നെ ഇവിടെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെയുള്ള ലോക്കൽ ഫുഡുകളും സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ദ ഹിമാലയൻ അഡ്വഞ്ചേഴ്സ് നമ്മുടെ വണ്ടിയും നമ്മുടെ ടീമും ഉണ്ട്. അവയെ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയി എന്ത് സാധനവും ട്രൈ ചെയ്യിപ്പിച്ചും നിങ്ങളൊരു ലോക്കലാക്കിയിട്ടേ ഞങ്ങൾ നിങ്ങളെ വിടുകയുള്ളൂ. മസ്റ്റ് ട്രൈ. അപ്പോൾ ഇത് ഇനി ചിക്കൻ വരുന്നുണ്ട്, ഫിഷ് വരുന്നുണ്ട്, അങ്ങനെയല്ല വെറൈറ്റി സാധനങ്ങൾ ഇനി വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഒന്നാം തരം ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നല്ല ജാങ്കായിട്ടിരിക്കുവാണ്. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ഇതുപോലത്തെ
ബാർബിക്യൂസിൻ്റെ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളാണ്. ആൻഡ് അഗെയിൻ ഇത് കണ്ടോ, ഇത് നല്ല മനോഹരമായ ദാൽ ലേക്കാണ് അതിൻ്റെ തൊട്ടിപ്പുറത്ത്. അപ്പോൾ ഞങ്ങൾ കഴിച്ചതെന്ന് പറഞ്ഞാൽ 3 സ്ട്രിപ്പ് മട്ടൺ, 3 സ്ട്രിപ്പ് ബീഫ്, പിന്നെ 1 സ്ട്രിപ്പ് ചിക്കൻ, പിന്നെ 1 സ്ട്രിപ്പ് ഫിഷ്, പിന്നെ ആ പറയുന്ന ചട്നി, പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് മറ്റേ നമ്മുടെ ദോശ പോലത്തെ സാധനം, ഇങ്ങനെയുള്ള എല്ലാ സാധനവും കൂടെ കഴിച്ചിട്ട് മൊത്തം വന്നിരിക്കുന്ന കോസ്റ്റ് എത്രയാണെന്ന് അറിയണോ? വെറും 700 രൂപ. അത്രേ ഉള്ളൂ. മനസ്സിലായ? അപ്പം വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ, എന്നാൽ ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ ഒരു നോൺ വെജ് ഗെറ്റ് ടുഗദർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം കൂടെയാണ്. ഞങ്ങളൊന്ന് ക്രോസ് ചെയ്യാൻ നോക്കട്ടെ. നല്ല തിരക്കുണ്ട് റൂട്ടിൽ. ബട്ട് അഗെയിൻ വിൽ ട്രൈ. ഓക്കെ, വൈകുന്നേരമൊക്കെ കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വന്നതെന്ന് വെച്ചാൽ ഈ ഷൂട്ടിംഗ് കൂടെ ചെയ്യാനുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നത്. അപ്പം ദാൽ ലേക്കിലെ ഷിക്കാര ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല ഒന്നാന്തരമായിട്ടുള്ള ഫോഗിയാണ്. പക്ഷേ അങ്ങ് ദൂരെ ഉണ്ട് ഒരു ചിനാർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ദാൽ ലേക്കിൻ്റെ ഇടയിൽ. ഞങ്ങൾ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ സ്കൈ ക്ലിയർ ആണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്കും പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ കാശ്മീരിലെ ഇതുപോലെയുള്ള ഉള്ളറകൾ തേടി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ദ ഹിമാലയൻ അഡ്വഞ്ചേഴ്സ് എല്ലാം ഞങ്ങൾ റെഡിയാക്കി തരും. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ അടുത്തൊരു സർപ്രൈസ് സ്ഥലത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇനിയൊരു ജന്മം കൂടി അങ്ങനല്ല ഈ മനോഹര തീരത്ത് വരുമോ, ഇനിയൊരു ജന്മം കൂടി. ടാടാ